ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മലേഷ്യയിൽ ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ബാത്തു കേവ്സിലും ജെൻറ്റിങ് ഹൈലാൻഡ്സിലാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലെ മോർണിംഗ് വ്യൂ ആട്ടോ ഇത്. അപ്പോൾ നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ടൊമാറ്റോ റൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഡ്രൈവർ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ജെൻറ്റിങ് ഹൈലാൻഡ്സിലാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ മലേഷ്യയിലെ പ്രൈമറി ടൂറിസ്റ്റ് പ്ലേസ്. അപ്പോൾ എല്ലാവരും പോകുന്നൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കോലാലംപൂരിൽ നിന്ന് 50 കിലോമീറ്ററാണ് കേട്ടോ അവിടത്തേക്ക്. അപ്പോൾ കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് ഉറങ്ങി ഞങ്ങൾ കാറിൽ. അപ്പോൾ നേരെ അവിടെ പോയിട്ട് അവിടെ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടുത്തെ സിറ്റി വ്യൂ ഒരു അപാര രക്ഷയില്ലാത്തൊരു സിറ്റി വ്യൂ കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് എത്ര കണ്ടുപോയാലും മതി വരാത്തൊരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ജെൻറ്റിങ് ഹൈലാൻഡ്സിലേക്ക് പോകാനുള്ള ക്യൂ ആണ്. ഏർലി മോർണിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യൂ ഒഴിവാക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എത്താൻ ലേറ്റായി. അപ്പോൾ ജെൻറ്റിങ് ഹൈലാൻഡ്സിൽ പോകണമെങ്കിൽ നമുക്ക് കേബിൾ കാർ വഴിയും പോകാം, മറ്റേ ബൈ റോഡും പോകാം കേട്ടോ. ബട്ട് കേബിൾ കാർ വഴി പോകുമ്പോൾ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ കാണുന്നതാണ് ചിൻസുയി ടെമ്പിൾ. അത് ഇവിടെ നമ്മൾ പോകുന്ന വഴി തന്നെ കണ്ടിട്ട് പോകണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വരുന്ന വഴി കാണാമെന്ന് വെച്ചാൽ ഭയങ്കര ടയർഡാകും. കാരണം ജെൻറ്റിങ് ഹൈലാൻഡ്സിൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് കുറേ ചൈനീസ് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ ഫോട്ടോഗ്രാഫറെ നമ്മളെ കൂടെ അയക്കും. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം വേണമെങ്കിൽ. അങ്ങനെ ഇവിടെ തന്നെ കുറേ കാണാനുണ്ട് കേട്ടോ. ഈ കാണുന്ന ടെമ്പിൾ തന്നെ 9 നിലയുള്ള ടെമ്പിളാണ് കേട്ടോ. നമുക്ക് കയറി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം കണ്ടില്ല കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ ജെൻറ്റിങ് ഹൈലാൻഡ്സിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ജെൻറ്റിങ് ഹൈലാൻഡ്സിലെത്തി. ഇനി ഇവിടെ കുറേ കാണാനുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഷോപ്പിംഗ് മോൾസും ഗാംബ്ലിങ്ങും സ്കൈ കാസിനോ കാർണിവൽ സെറ്റപ്പുള്ള അടിപൊളി സ്ഥലങ്ങളും ഗെയിംസ് സിപ്പ് ലൈന് അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൈഡൊക്കെ ഉണ്ട്, നമുക്ക് പോകണമെങ്കിൽ പോകാം. അങ്ങനെ ഇവിടെ ഗാംബ്ലിങ് ലീഗലിയാണ് കേട്ടോ. അപ്പോൾ സ്കൈ കാസിനാണ് മെയിൻ ഇവിടുത്തെ അട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ലീഗലി ആയതുകൊണ്ട് ചില ആൾക്കാരൊക്കെ പോകും. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോഴാണ് ഫുഡിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ. ഫുഡ് കഴിക്കണമെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും തപ്പി കുറേ നടന്നു. കാണുന്നതൊക്കെ മലേഷ്യൻ ഫുഡും ചൈനീസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കണ്ടെത്തി സ്പൈസ് ഗാർഡൻ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. ബട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. ബട്ടർ നാനും ചിക്കൻ റോസ്റ്റ് ഓർഡർ ചെയ്തു. അത് കഴിച്ച് ബിരിയാണി കഴിച്ചു. പക്ഷെ അത് വാങ്ങണ്ടാന്ന് തോന്നിപ്പോയി. കാരണം ഇതന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി. അങ്ങനെ അതും കഴിച്ച് നേരെ അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നേരെ പിന്നെയും തിരിച്ച് ഞങ്ങൾ പോവാണ്. ഇനി ബാത്തു കേവ്സിലേക്ക് പോകണം. കണ്ടില്ല വളരെ വ്യൂ ആട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫോഗൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നല്ല കേബിൾ കാറിലെ യാത്ര. അങ്ങനെ നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത്
പോകുന്നത് ബാത്തു കേവ്സിലാണ്. ബാത്തു കേവ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൂറിസ്റ്റ് മെയിൻ അട്രാക്ഷനാണ്. ഇവിടെ എല്ലാവരും അധികം വരാറുണ്ട്. അപ്പം ജെൻറ്റിങ് ഹൈലാൻഡ്സ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളിവിടെ വന്ന് ഇവിടെ മുരുകൻ്റെ ഒരു പ്രതിമ കണ്ടില്ല, മുരുകൻ്റെ ക്ഷേത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഫുള്ള് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ത്യയിൽ തമിഴ്നാട്ടിലൊക്കെ പോയ ഫീലിങ്സ് ആണ് കേട്ടോ. ഫുള്ള് കളേർഡ് സ്റ്റെപ്പൊക്കെ ആയിട്ട്. ഇത് 272 സ്റ്റെപ്പ് ഉണ്ട്. ഇത് കയറി ഇറങ്ങാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. 10-15 മിനിറ്റ് മതി. നിന്നും റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം. ഇവിടെ കുരങ്ങന്മാരുണ്ട്, ഫോണൊക്കെ തട്ടി കൊണ്ടുപോകും. അപ്പം അങ്ങനെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളും ഗുഹകളും ഒക്കെ കാണാം. അപ്പം നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഷോപ്പ്. നമുക്ക് അത്യാവശ്യം വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാം വേണമെങ്കിൽ. അപ്പം ഇവിടെ കണ്ട പൂജയൊക്കെ നടത്തുന്നുണ്ട് അമ്പലത്തിൽ. അവിടെ തമിഴൻസാണെന്ന് തോന്നും പൂജാരികളൊക്കെ. അപ്പം നേരെ ഞങ്ങൾ പിന്നെ ഗുഹ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോകാം. ഇതാണ് ഒരു ഇൻസൈഡ് വ്യൂ. അപ്പം ഇത് കാണാൻ തന്നെ ഒരു എന്താ പറയുക, പ്രകൃതിയാണോ ഇത് നിർമ്മിച്ചെന്ന് പോലും തോന്നിപ്പോവും. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇപ്പോൾ ചുണ്ണാമ്പ് കൊണ്ട് നിർമ്മിച്ച ഗുഹയാണിത്. അപ്പം ഇവിടെ കുറേ പ്രാവുകളും വവ്വാലുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കൊരു ഹോളിവുഡ് മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രതീതി. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി ഹോട്ടൽ റൂമിൽ ഫ്രഷപ്പ് ആവണം. ഇന്നത്തെ 2 ഡെസ്റ്റിനേഷനും മെയിൻ ഡെസ്റ്റിനേഷനും കഴിഞ്ഞിട്ടോ, ബാത്തു കേവ്സും ജെൻറ്റിങ് ഹൈലാൻഡ്സും. അപ്പം ഇന്ന് അത് ഇത്ര വരെയേ ഉള്ളൂ കേട്ടോ. അപ്പം ഡ്രൈവർ പിന്നെ പോയി, കാരണം ഇനി ഇവിടെ അടുത്താണ് ഷോപ്പിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി പറഞ്ഞു. അപ്പം ഇതിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. അപ്പോൾ പെറ്റാലിംഗ് സ്ട്രീറ്റ് കേട്ടോ. ഇവിടെയാണ് ഫുൾ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ, ഏത് ബ്രാൻഡഡ് ആയാണെങ്കിലും അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന സ്ഥലം കേട്ടോ. പക്ഷെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. ചെരുപ്പ് എവിടെ ഉണ്ടാവും? ഈ ഫാൻ കണ്ടോ, ഇത് എല്ലാ ടൂറിസ്റ്റുകാരുടെയും കയ്യിലുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇത് പിടിച്ചുകൊണ്ടാണ് പോവുക. അപ്പോൾ അതൊന്ന് വാങ്ങി. പിന്നെ കരിമീൻ ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി. അങ്ങനെ കുറേ ബാർഗിൻ ചെയ്തപ്പോൾ ഈ ഒരു ലഗേജ് ബാഗും ബാഗും കൂടി വാങ്ങി കേട്ടോ, 18 റിംഗിറ്റ്സിന്. അങ്ങനെ ഒരു ലഗേജ് ബാഗ് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ലഗേജ് കാരണം ഞങ്ങൾ നേരെ ന്യൂസിലാൻഡിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങളും ഇടാൻ അതിൽ പ്ലേസ് ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ 2 ബാഗ് വാങ്ങി. Have music. How? Yes. Only one, baby. അങ്ങനെ നേരെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. അഞ്ചാപ്പാറ എന്ന് പറഞ്ഞൊരു
റെസ്റ്റോറൻറ്റിലാട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. അത് നല്ല കിടിലൻ ഫുഡായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അതൊരു ഫേമസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ.